കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേ എന്ന് പറയുന്ന ഹോട്ടലിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഇവിടുത്തെ സ്റ്റീമർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 5 പേർക്ക് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റു. അതിൽ ഒരാൾ സുമിത്ത് പശ്ചിമബംഗാൾ സ്വദേശിയാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് മരണപ്പെട്ടു. മറ്റ് 4 പേരുണ്ട്. കിരൺ, ലുലു, കൈക്കോനബി ഉൾപ്പെടെയുള്ള മറ്റ് 4 പേർ. അവർ അസം, ഒഡീഷ, നാഗാലാൻഡ് സ്വദേശികളാണ്. അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനുമൊക്കെ പലരും എത്തിയിരുന്നു. അവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ പറയുന്നത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പലർക്കും ഏറ്റിരുന്നത് എന്നതാണ്. നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ പിന്നെയും വന്ന് പിന്നെ അങ്ങോട്ട് രക്ഷാപ്രവർത്തനം മീൻസ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരും കൂടി. തൊട്ടു പിന്നാലെ പോലീസും ബന്ധപ്പെട്ട വിഭാഗങ്ങളൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തി. ആംബുലൻസുകളും കൂടുതൽ എത്തിച്ചു. കാരണം ഒരുപാട് പേർ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആംബുലൻസുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചത്. തുടർന്ന് വിശദമായിട്ടുള്ള ഒരു പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് അതാണ് പലരും CA അടക്കം വ്യക്തമാക്കിയത്. കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരം ഷോപ്പിലെ ജീവനക്കാരായ ആൾക്കാർക്കാണെന്നും ഇത് ഷോപ്പിലെ ബോയിലർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടമാണെന്ന് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ സ്റ്റേഡിയത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് കേട്ടത്. കാരണം ഏവരും ഒരു പരിഭ്രാന്തരായി, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആദ്യഘട്ടത്തിൽ ഒന്ന് ശബ്ദരായി നിന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളാണെന്ന് വ്യക്തമായിട്ടുള്ളത്. 6 മാസം മുൻപാണ് ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങുന്നത്. വൈകിട്ട് ഒരു 4 മണി മുതൽ രാത്രി ഒരു 10-11 മണി വരെ വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്. അതിൽ കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് പേർ ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഏതായാലും ആ തിരക്ക് തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ പോലീസ്, മറ്റ് ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി കൂടി ഈ പരിശോധനയുടെ ഭാഗമായി തന്നെ ഉണ്ടാകും. വലിയ തിരക്ക് ആ ഘട്ടത്തിൽ ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. ഈ ശബ്ദം കേട്ട് ഒരുപാട് പേർ ഇവിടേക്ക് ഓടിയെത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്റ്റേഡിയം റൗണ്ടിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിന് പാലാരിവട്ടം പോലീസ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.